ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ പോയി ലാസ്റ്റ് ജൂൺ ഇനിയിപ്പോൾ സീരിയസിലേക്ക് വരുന്ന അടുത്തത് ഓക്കെ. പിന്നെ ഒരു കോമഡിയും കൂടി ഉണ്ട്. ഓക്കെ, ഇതെന്നാ വരുന്നത് മെയ് നമ്മുടെ ഇവിടെ നമ്മളാ പരിപാടിയില്ലേ മിസ് യൂണിവേഴ്സ്, അന്ന് രാത്രി 26-ാം തീയതി ഈ ചങ്ങായി, അതാണ് ലക്ഷ്മി വിട്ടത്. ഈ വീഡിയോ നമ്മൾ കണ്ടില്ലേ, തങ്കപ്പെട്ട മനുഷ്യൻ. എൻ്റെ പൊന്നോ, രാത്രി ഞാൻ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക മര്യാദയ്ക്ക്. ഇവൻ്റെ കോളും ഹീമാനും, ഞാൻ ഹണി ട്രാപ്പിൽ പെടുത്തിയ പ്രതിനെയാണ് നിങ്ങൾ കാണണം. ഹീമാനും ബിഗ് ബോസും ഒക്കെ ആക്കിയിട്ട് ഈ മനുഷ്യൻ, അതോ ഇവനെ എപ്പോഴും അഴിക്കുന്നതാണ് ഈ പട്ടിയൊക്കെ. നോക്ക്, പട്ടി ഉമ്മയൊക്കെ ഇപ്പോൾ വരും. ജയറാം കരയുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും. അയ്യോ റോബിൻ കരയാണല്ലോ, പിന്നെ റോബിൻ നാണിക്കുകയാണല്ലോ, കരച്ചിൽ ഭയങ്കര. പിന്നെ വന്ന് പിന്നെതാ ഞാനിങ്ങനെ പിണങ്ങി അവൻ്റെ വേണ്ട. അപ്പം ഞാൻ വിന്നറെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ അപ്പോൾ വിളിക്കണേ സുന്ദരാ, അടുത്തത് സുന്ദരാ. അപ്പോൾ പറഞ്ഞു ഞാൻ ഓർഫണാണല്ലോ, നമുക്കൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ ആ ഡേറ്റ് ഒന്നും ഞാൻ അതിൽ നിന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൈസ ചോദിക്കുന്നത്. ഇവിടെയാണ് കോമഡി നടക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കണേ, ലക്ഷ്മീനൊക്കെ ഭയങ്കര വിരോധമുള്ള ആളാണ്. ലക്ഷ്മീൻ്റെ ഇതൊക്കെ കണ്ടിട്ട് മാസ് ബ്രോ ഞാൻ അതൊക്കെ ഈ ലക്ഷ്മീൻ്റെ ഒക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ആവശ്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഫൈൽ അയച്ചിരുന്നു. പിന്നെ അമ്മയ്ക്ക് നാളെ വീണ്ടും ചോദിക്കുന്നത്, പൈസ ചോദിക്കുന്നത്, 75 തരാൻ പറ്റുമോ, 1 ലക്ഷം തരാൻ പറ്റുമോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ വലിയൊരു സാധനം, ഒരു കോമഡി കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ നോക്കണേ. ഇത് കേട്ടോ അടുത്ത്. പിന്നെ എൻ്റെ അവസ്ഥ ചോദിക്കുന്ന അറിയാമല്ലോ. പിന്നെ നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ ഫ്രൈഡേ ആകുമ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ അമ്മയ്ക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റു മെഡിസിൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ അവരത് എടുത്തു വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ, മിണ്ടരുത്, കഴിയട്ടെ. അപ്പം ഞാൻ ഇവനോട് അയക്കുന്ന സംഭവം എന്താ പറയുക, ഇത് നോക്കിയാൽ നമ്മളൊക്കെ ഒരു അവസ്ഥ. ഇത്രയും പൈസ അവിടെ പെട്ട് കിടക്കുക. അതന്നെയാ പറഞ്ഞത്. ഞാൻ ടൈറ്റിലാണ് റോബിനെ. ഞാൻ പറഞ്ഞ ടൈറ്റിലാണ്. എനിക്ക് നാളെ എൻ്റെ സാലറി ഡേറ്റ് ആണ്. രാവിലെ എൻ്റെ സാലറി ഡേറ്റ്. എനിക്ക് നാളെ സാലറി റിലീസ് ചെയ്യേണ്ട ഡേറ്റ്. ഇന്ന് റിലീസ് ചെയ്യേണ്ട 3rd. അന്നത്തെ ഞാൻ വേറെ കുറേ ടൈറ്റായിട്ട് നാളെ കൂടെ. മനസ്സിലായില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത മെസ്സേജ് കേട്ടെ. ഇത് നിങ്ങൾ കേൾക്കണം. വൃത്തികെട്ടവൻ, പൈസ മുഴുവൻ സെറ്റിൽ ചെയ്ത് വന്നവൻ, ഞാൻ ഹണി ട്രാപ്പ് ചെയ്തു. നോക്കിയാൽ ഒരു കുട്ടിയുടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പെൺകുട്ടിയുടെ കരിയർ നശിക്കുന്ന ഇവനൊക്കെ ഇവൻ്റെ ഇമേജ് രക്ഷിക്കാൻ, ഈ പബ്ലിക് ഇമേജ്, ഇവനിപ്പം 100 കേസ് വന്നാലും ഇവൻ്റെ മെയിൻ പ്രശ്നം പട്ടിണി കിടന്നാലും ഇവൻ കിടക്കും. ഇമേജ് പോകരുത്. മനസ്സിലായില്ല? ഇതാണ് ഇവലെ. ഇനി ഈ മെസ്സേജ് ഒന്ന് കേട്ടെ. ഇത് കേട്ടെ. ഇത്രയും വൃത്തികെട്ട, ഇത്രയും മോശപ്പെട്ട വ്യക്തിയുടെ ഈ സാധനം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും, സത്യം പറഞ്ഞാൽ പല സമയത്ത് പല ഘട്ടങ്ങളിൽ എനിക്കൊരു ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ബ്രോ. മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ. എന്തെന്ന് പറഞ്ഞാലും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബ്രോ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈവൻ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു ബ്രോ. അത് ഞാൻ പറഞ്ഞില്ല, അത് ലക്ഷത്തിൽ ഒരാൾക്കേ അങ്ങനെയൊക്കെ മനസ്സ് വരത്തുള്ളൂ. മനസ്സിലായ? എന്തായാലും കുഴപ്പമില്ല ബ്രോ, എനിക്ക് മനസ്സിലാക്കാം. ഈ പ്രാവശ്യം ഫണ്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ, ഇതിൻ്റെ അടുത്തൊരു കോമഡി കൂടി കാട്ടെ. ഈ മെസ്സേജ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം എന്താ അറിയോ ബ്രോ, ഒരു 75 പറ്റുമോ? എന്നെ അങ്ങോട്ട് പുകഴ്ത്തി ആകാശത്തെത്തിയിട്ട്. അപ്പം ഞാനൊന്ന് അലിഞ്ഞിട്ട് അടുത്ത ചോദ്യമാണ് 75 പറ്റുമോ? നോക്കി അതിൻ്റെ തൊട്ട് താഴെ സൂം അടിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് ഈ ചാറ്റൊന്ന് ഈ സീസൺ ചാറ്റൊന്നും ഇവന് ഒരിക്കലും അവന് കാണിക്കാനില്ല. നിങ്ങളെ മുമ്പിൽ ഇതാ കണ്ടോ അതേ കാണിക്കാൻ പറ്റില്ല. ഇരുത്തിങ് അങ്ങ് കാണിക്കാൻ അവന് പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളെ ഡേറ്റായി. പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതാ ഫൈനൽ ഡേറ്റാണ്, ഇനി ഇതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഞാൻ ബിഗ് ബോസ് എന്തായി? അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു കിട്ടും. അതാണ് ബിഗ് ബോസ് സീസൺ 8 വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കുന്നത്. പിന്നെ ഇവൻ ഒരു പ്രോഗ്രാമിലായി. പിന്നെ പഴയ മാതിരി ഇവൻ്റെ കാര്യങ്ങളൊന്നും വരും. ഞാൻ പറഞ്ഞത് 15-ാം തീയതി മറക്കരുത്, ലാസ്റ്റ് ഡേറ്റാണ്. കാരണം നമ്മളെ 15th ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു വോയിസും കൂടി. സത്യം പറഞ്ഞാൽ ഈ വോയിസ് പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു വോയിസാണ്. പക്ഷേ ഞാനത് പ്ലേ ചെയ്യാം. ഇത് ചിലപ്പോൾ അവന് പ്രേക്ഷകർക്ക് ഈ വോയിസ് ഇത് കുറച്ചൊരു ഫീലിംഗ് വോയിസാണ്. പക്ഷേ ഇതിലും നമുക്ക് ഈ വോയിസിലും
എൻ്റെ ഡേറ്റ് കാണിച്ചാൽ വോയിസിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കണം, പിന്നെ കസാക്കിസ്ഥാൻ ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് അല്ല കസാഖ് എവിടെയാണ് പുതിയ അനുഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, അനുഗ്രഹമൊക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരികയാണ്. അവിടെ ഇവൻ്റെ അടുത്ത് ഞാൻ ഫണ്ട്, ഇവൻ പറഞ്ഞ ഡേറ്റ് വീണ്ടും എത്തി. ഏത് ജൂൺ 15 എത്തി. ഫണ്ട് എവിടെ? അപ്പം ഇതാ ഞാൻ ഇവിടെ അയക്കാം. റോബിൻ ഒരു കോൾ വിളിക്കാനുള്ള മര്യാദ പോലും ഞാൻ ഇവനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് എന്താ അറിയോ? റോബിൻ എവിടെ പൈസ, എന്താ നീ എന്നെ വിളിക്കാത്തത്? ഇതൊക്കെയാണ് ഇവൻ്റെ ഈ ഭീഷണി. ഇതൊക്കെയാണ് ഭീഷണി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് അവന് ഇടാൻ പറ്റുമോ? റോബിൻ ഒരു കോൾ വിളിക്കാൻ മര്യാദയില്ല, 15 ഫണ്ട് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ 100% ഇഷ്യൂ ഉണ്ടാവും. എക്സ്ട്രീം ടൈം കഴിഞ്ഞു, പഴയ പോലെ ഇഷ്യൂസ് ഇനി നീ ഉണ്ടാക്കരുത്, നീ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ആണ് വെയിറ്റ്. അപ്പോൾ ഇവൻ അയച്ചു തരുന്ന ഒരു സാധനമാണ് ഇത്. കേട്ടെ, ഇത് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ വെനസ്ഡേ ഐ വിൽ ട്രാവൽ കേട്ടോ. ഒരു ലേഡീൻ്റെ 3 വോയിസ് അയച്ചു തന്നിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു 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 മീറ്റിംഗ് ഉണ്ട് ഓബൈ താമരയിൽ. ആ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫണ്ട് തരും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഇളകും, ഞാൻ എപ്പോൾ കൊച്ചിക്ക് വരും, എനിക്ക് ഇന്നെപ്പോൾ കാണണം. അപ്പം ബ്രോ ഞാൻ പറഞ്ഞു എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് താ. അങ്ങനെ ആ പറഞ്ഞ ഡേറ്റിലേക്ക് എനിക്കൊരു 2 ലക്ഷം രൂപ അവൻ അറേഞ്ച് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആ വെള്ളിയാഴ്ചയാണ്, ആ ഒരു സമയം 20-ാം തീയതി. ആ സമയത്ത് ഇവൻ അയക്കുകയാണ്. എനിക്ക് ആ 2 ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം അയക്കാം. ബ്രോ മീറ്റിംഗ് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കിൽ എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരെയാണ് ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോവുക. ഇന്നിപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവുക, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുക. അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന്റെ എമൗണ്ട് അല്ല ഇത്രയും വരെ വെയിറ്റ് ചെയ്തില്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ, 4-5 ദിവസം കൂടെ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, അപ്പം പോയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയാം ബ്രോ, കംപ്ലീറ്റ് തീരെയാണ്. ഇവരുടെ കൂടെയാണ്. അപ്പൊ ഇന്നിപ്പം ഇവര് പറഞ്ഞു ഡൽഹിയിലേക്ക് വരണം, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോകാൻ, തജിക്കിസ്ഥാനിൽ പോയിട്ട് അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഇതിൻ്റെ താഴെ അയച്ചത്. അപ്പം ഞാൻ പറയുന്ന ചോദ്യം കേട്ടോ, ഇന്ന് പറഞ്ഞ 2 ലക്ഷം എവിടെ? നിങ്ങൾ നോക്കി ഇതിൻ്റെ അടിയിലേക്ക് ചോദിച്ചോക്കെ. അപ്പോൾ പിന്നെ പറയണേ ബ്രോ വിളിക്കാമേ, അവർ കൂടെയാണ്. ഫൈനലി അവൻ്റെ ഡാൻസൊക്കെ നിങ്ങൾ കണ്ട്, ഇതൊക്കെ ഇവൻ അയച്ചു ഓൺ ദ സ്റ്റിക്കർ തന്നെ. അപ്പോൾ ചക്കര ഉമ്മ ഫൈനലി ഡിഡിറ്റ് കുറേ കഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെയും വിളിക്കുമ്പോൾ അവൻ അവിടുത്തെ ലൊക്കേഷൻ എനിക്ക് അയച്ചത്, അവിടുത്തെ ലൊക്കേഷൻ പോയല്ല. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സെൻട്രോ അവിടെ നിന്ന് ഇതൊക്കെ അയച്ചു തരാം എനിക്ക്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കോമഡിയാണ്. ഇവനോട് പറഞ്ഞു 1-ാം തീയതി വരും, അത് അവിടെ എഴുതിയിട്ടുണ്ട്. 1-ാം തീയതി ബ്രോ ഞാൻ ജൂൺ 1 വരും, വന്നിട്ട് സെറ്റിൽ ചെയ്യാം, പൈസ ആയിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഉണ്ട് ഇവിടെ ഞാൻ സായിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യും. സായിൻ്റെ അടുത്ത് അപ്പോൾ സായിക്ക് അതാണ് സായി ഇത്രയായിട്ട് കോൺഫിഡൻസിൽ ഇതൊക്കെ പറയുന്നത്. അപ്പം ഈ ഡേറ്റ് ആയി. ഞാൻ 1-ാം തീയതി സായിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സായി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചു തന്നു. ഇവനുണ്ട് ബാലം കാണാൻ ഇവിടെ, അവിടെ പുറത്ത് ഈ തജിക്കിസ്ഥാനുള്ളവരുണ്ട്. ഇപ്പം ബാലം കാണാൻ ഈ ഓൺലൈൻ വീഡിയോയിൽ നിങ്ങളെ ഇതിൽ ബാല ആരെ അത് അടിച്ചത് അറിയില്ല. അത് സായി അറിയാമോ ഇവിടെ എത്തി ബ്രോ, നിങ്ങളെ ഇത് പൊടറാണ്. അപ്പം ഞാനിതൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇവനെ വിളിച്ച് അപ്പോൾ എനിക്ക് പറയാം ഉച്ചയ്ക്ക് 12 കയറി ബ്രോ ഞാൻ ഇന്നലെ രാത്രി എത്തി, കൊച്ചി ഞാൻ എത്തി, 1-ാം തീയതി വരും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ടില്ല, കക്ഷി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാന്ന് പറയാം. പിന്നെ ഈ ഒരു കോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ കോള് നോർമലി അവൻ നോർമൽ കോളാണ്, പക്ഷെ ഇവൻ ഈ കോള് വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല മോനെ, 100% സീരിയസ്ലി. എനിക്ക് ഇത്രയേ പറയാൻ പറ്റില്ല. എക്സ്ട്രീം ലെവൽ കഴിഞ്ഞ് തന്നെയാണ് ഞാൻ ഇത്രയും കാലം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോള് ഇതിപ്പോൾ ഞാൻ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്നിപ്പം സാധനം വന്നിട്ടുണ്ടാവും. ഏഷ്യാനെറ്റിനാണ് ആദ്യം തന്നെ അത് കൊടുത്ത്. ഈ കോളിൽ ഇവൻ പറയുന്നൊരു സാധനമുണ്ട്. ആദ്യം സ്ക്രീൻ റെക്കോർഡ് ഇട്ടു ഞാൻ. എനിക്ക് എന്തോ ഒരു പന്തി ഞാൻ ഇവനെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആക്കി ഞാൻ വെക്കുകയാണ്. കാരണം നമുക്കൊരു തെളിവാണല്ലോ ഇവൻ എന്താണ് ഇവൻ പറഞ്ഞ. ഇവൻ എന്നെ മറന്നു പോരുതല്ലോ, സത്യം പറഞ്ഞ ഇവന് പ്രൂഫ് കാണിക്കാനാണ്.
ഈ കോളിൽ ഇവൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ബ്രോ ഫണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇമോഷണലി സംസാരം തുടങ്ങി. റോബിനെ നടക്കൂല തുടങ്ങി. നിങ്ങൾക്ക് മതിയായില്ലേ? അപ്പോൾ ഇവൻ പറയാം, പ്രവീണിനെ ഞാൻ തീർത്തു, അടുത്ത് ഞാൻ നിന്നെയും തീർക്കും. മനസ്സിലാക്കണേ, പ്രവീണിനെ ഞാൻ തീർത്തു, ഇനി ഇത് വി ഡി സതീശൻ ഏറ്റെടുക്കും. രമേശ് ചെന്നിത്തല, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കട്ടെ, ഇനി ഞാൻ കാണിച്ചു തരാം നിൻ്റെ ഹണി ട്രാപ്പ്. ഞാൻ ആ റോഡിൽ ഞാൻ ഫോൺ കൊണ്ട് കാണിച്ചു, പിന്നെ ഞാൻ ശരിയാക്കി തരടാ. എനിക്ക് മോൾ ആകാശം പോയി ഈ വർത്താനത്തിൽ ഈ കോൾ ഹൗസ് ഞാൻ അതനാവാം. എൻ്റെ റോയിൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചത്. അതവൻ കേട്ടാ ഇൻഫ്ലുവൻസ് എന്താ കാണിച്ചത് നോക്കി, അത്ര വരെ ഫണ്ട് തരുമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഭീഷണി. ഞാൻ പിന്നെ കളി മാറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് ഇവൻ എന്ന് പറയുന്നത്, ഞാൻ അതാണ് ഈ സ്കാമറ ലെവൽ ഞാൻ അന്ന് മനസ്സിലാക്കാം. സ്പോട്ടിൽ ഞാൻ സായിനോട് പറഞ്ഞു, സായി പറഞ്ഞു നിങ്ങൾ ഭ്രാന്താണ്, നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് മീഡിയയിൽ പോയി പറയുവായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ആൾക്കാരെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വാ, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. അപ്പോഴും ലീഗലാണ്. അപ്പോൾ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കണേ, ഉച്ചയ്ക്ക് ബ്രോ ടെൻഷൻ അടിക്കണ്ട, ഇതാണ് ടെൻഷൻ അടിക്കണ്ട, ഫണ്ട് ആണ്, വലിയ ഫണ്ടാണ്, ഗീവ് മീ സം ടൈം, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വഴി കണ്ടിട്ടുണ്ട്, ഡോൺ വെറി. പിന്നെ ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ പിണങ്ങല്ലേ മൈൻഡ്. ഞാൻ ഒന്നും റിപ്ലൈ ചെയ്തില്ല. ഞാൻ പേടിച്ചു, എൻ്റെ ഹണി ട്രാപ്പ് കേട്ട്. കാരണം ഒരു വ്യക്തിനെ ഹണി ട്രാപ്പിൽ ഇവനെ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ മീഡിയ അറിയണം. ആ കഥയും കൂടി ഞാൻ അവിടെ പറയും. നോക്കണേ, മൈൻഡ് അപ്സെറ്റാണ്. ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാം, എന്നോട് ഇച്ചിരി നേരം സംസാരിക്കും വീണ്ടും. അപ്പം ഞാൻ എൻ്റെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ അതുപോലെ ഒരു കോൾ, കാരണം ഇതാണ് എൻ്റെ ലാസ്റ്റ് കോൺവെർസേഷൻ ഇവനായിട്ടുള്ള ലാസ്റ്റ് കോൺവെർസേഷൻ ഇവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഈ ഹണി ട്രാപ്പ് ടോക്ക് വന്നു. പിന്നെ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ മദറിൻ്റെ മരണം നടക്കുന്നത്. അപ്പോൾ ഞാൻ ലീഗൽ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. കാലിക്കറ്റിൽ നമ്മളെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൊടുത്തു. നമ്മൾ ലീഗലി മൂവ് ചെയ്യാം, നോക്കാം, ലെറ്റ്സ് ലീഗലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇവൻ വിചാരിച്ച ഒരു സിവിൽ കേസ് പോലെ. നോർമലി ഇവൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരട്ടെ. നിങ്ങൾ ആലോചിക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഒരു പണം ഇടപാട് എന്താ ചെയ്യുക? നിങ്ങളൊക്കെ പൊട്ടിക്കൊട്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മീഡിയ അവിടെ ചെന്നാൽ അടിപിടി ഒന്നും ചെയ്യരുത്. നിങ്ങൾ സിവിൽ കേസിലേക്ക് പോകും. ഒരു സിവിൽ കേസ് എത്ര കാലെടുക്കും കൂട്ടാം? നിങ്ങൾ കളിക്കുക, ആ ഫണ്ട് ബാങ്കിലിട്ട് പൈസ ഡബിളാവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഫണ്ട്. അപ്പോൾ ഇവൻ പിന്നെ അങ്ങനെയൊക്കെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ തന്നെ എനിക്ക് ഫണ്ട് അതിന് മുമ്പ് തരുമെന്ന് എനിക്കറിയാം. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ അതിനൊന്നും റിപ്ലൈ ഇല്ല. അതാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ മീഡിയയിലേക്ക് എത്തിക്കുന്ന ചോദ്യം, എന്തിന് ഇവരെന്നെ നശിപ്പിക്കുന്നത്? നമ്മൾ ആരാ അവിടെ നശിപ്പിച്ചേ? ഇവൻ ഒരു വീഡിയോയും ചെയ്തില്ല. ലക്ഷ്മിക്ക് സഹി കെട്ടിട്ട് ഇവൻ്റെ ആ സമയത്ത് ഇവൻ എത്ര പേരെ ട്രോളി. ഇതിനും ട്രോളിൽ എത്ര പേരെ ട്രോളി. ലക്ഷ്മീൻ്റെ ട്രോളിന് മാത്രം ഇവനെന്താ പ്രശ്നമായത്? കാരണം ഇല്ല, ഒരു മിനിറ്റ്, ഇത് കഴിഞ്ഞ് തീർന്നു പരിപാടി ലാസ്റ്റ്. അപ്പം ലക്ഷ്മീൻ്റെ ട്രോളിൽ ഇവന് പ്രശ്നം. ലക്ഷ്മി ഒരു വീഡിയോ ഇട്ട് 2 മില്യനായി. അതിൽ ലക്ഷ്മി അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് അവന് കൊള്ളും. ആ വന്ന് വെച്ചപ്പോൾ അതിന് അവനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ സ്പോട്ടിലിട്ടു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇലക്ഷനിൽ ലക്ഷ്മി 2-3 വെറുതെ ഒരു സാധനം എടുത്തിട്ടു. അപ്പോൾ തന്നെ എന്നെ ആക്രമിക്കാൻ കുറേ പേരെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പം നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വരുമ്പോൾ ഇവനറിയാം, ഇവന് പേടിയാണ്. വേറെ ആരും അവനക്കെതിരെ വീഡിയോ ചെയ്താലും അവന് ഒരു പേടിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിന് അപ്പോൾ റോബിനും ഞാനും തമ്മിൽ എനിക്ക് പൈസ ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്കൊരു 8 lakhs rupees കൂടെ റോബിൻ രാധാകൃഷ്ണൻ തരാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാര്യം ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഫാമിലിയെ വലിച്ചഴിക്കുന്നത് എന്തിനാ? അത് പറയുന്നത് എന്തിന്? ഇതിനകത്ത് ആരെങ്കിലും ഫാമിലിയെ വലിച്ചഴിച്ചോ? ഞാൻ എവിടെയെങ്കിലും ഇതിനകത്ത് പൊളിറ്റിക്സ് എടുത്തിട്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരേ ഒരു കാരണക്കാരൻ റോബിൻ രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ ദിവസം ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുറച്ച് തിരക്ക്, നമുക്ക് എല്ലാവർക്കും ജോലിയുടെ കുറച്ച് തിരക്ക് വരുന്ന സമയത്ത് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചാൽ, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് ആ ജോലി ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, അത് പോലീസുകാരോട് മാന്യമായിട്ട് പറഞ്ഞു, അവരത് മനസ്സിലാക്കി, വേറൊരു ഡേറ്റിന് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. ഓക്കെ. പിന്നെ ആദ്യത്തെ കേസ് കൊടുക്കുന്നത് ഒരു മാർച്ച് 31-ാം തീയതിയാണ് ആദ്യത്തെ കേസ് ഞാൻ കൊടുക്കുന്നത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ. അത് ഫോളോ അപ്പ് ചെയ്ത് എന്തിനാണെന്നറിയോ? എൻ്റെ പൈസ തിരിച്ചു കിട്ടാനും എന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചതിനും ഈ 2 കാര്യത്തിനാണ് ഞാൻ കേസ് കൊടുത്തത്. പുറകെ നടന്ന് ഫോളോ അപ്പ് ചെയ്ത് ഞാനത് FIR വരെ എത്തിച്ചേർന്നു. ആ FIR വരെ എത്തിക്കുന്ന സമയത്താണ് ഹോളിഡേയിൽ സന്ധി സംഭാഷണം, എൻ്റെ കാല് പിടിച്ച് കരഞ്ഞുള്ള മാപ്പപേക്ഷ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫണ്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്.
ഒരു നല്ലൊരു വ്യക്തി, ഒരു ഡോക്ടർ, ഇതുപോലെ ബിഗ് ബോസ് പോലെ ഇത്രയും ഫെയിം ഒക്കെ ആക്കിയ ഒരാൾ ഒരു പയ്യൻ്റെ ജീവിതം എന്തിനാ തകർക്കുന്നത്? ഇതുപോലത്തെ ഒക്കെ എല്ലാ കാര്യങ്ങളും വെച്ച് മനസ്സിൽ വെച്ച് കൊടുക്കാവുന്ന അത്രയും ക്ഷമ, എനിക്ക് ഇത്രയും ക്ഷമയുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല, നല്ല ക്ഷമിച്ചാൽ നിന്നെ അവസാനമാണ് അനാവശ്യം പറഞ്ഞത്. അനന്ത സുൽജിത്തിനെ വിളിച്ചിട്ട് ഓൺലൈൻ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നെ എ ഡി എം ബോർഡിൽ നിന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അവിടെ അനാവശ്യം പറഞ്ഞ് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരും വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ റോബിനാണ്. ഞാൻ കുറച്ച് പ്രൈവറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഞാൻ കുറച്ച് പ്രൈവറ്റായിട്ട് ജീവിക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത്രയും കാര്യങ്ങൾ ഒരാളുടെ പേഴ്സണലി ഉള്ള പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കേണ്ടി വന്നത് പൈസ തരുന്നില്ല. പിന്നെ ഈ കാര്യങ്ങൾ പലരും മെസ്സേജ് പറയുമ്പോഴത്തേക്കോ വർഷങ്ങളായിട്ട് ഈ വ്യക്തി ഇതേ ഒരു രീതി പിന്തുടർന്നാണ് പൈസ സമ്പാദിക്കുന്നതും ജീവിക്കുന്നതും. വല്ല ജോലിക്കും പോകണം, എന്തെങ്കിലും ജോലിക്ക് പോകണം, ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഈ കുറേ വേറെ ഒന്നും കൂടി അത് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യാം. അതും കൂടി ലക്ഷ്മി അത് വേണം, ലക്ഷ്മി ഇങ്ങനെ ആക്കാം, ലക്ഷ്മി അങ്ങനെ ആക്കും, ലക്ഷ്മി ഇങ്ങനെ ആക്കും. ലക്ഷ്മീൻ്റെ അടുത്ത് ട്രാൻസാക്ഷൻ ചോദിക്കും, അതെടുത്ത് ഇങ്ങനെയല്ല കേട്ടോ റോബിനെ കാണിക്കണ്ടേ, അതിൻ്റെ മുകളിൽ പോകും. അതാ ധന്യേൻ്റെ ഒന്നും ഇങ്ങോട്ട് കാണിച്ചു ഞാൻ പറയാം എനിക്ക് എന്താ നീ ചിലപ്പോൾ സ്പീഡ് പോയി പറയുമ്പോൾ കറക്റ്റ് കൺവേ ആവില്ല. ഓക്കെ, ലക്ഷ്മി അയക്കുന്നു, സെൻഡ് മീ യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. ആശാൻ സ്പോട്ടിൽ അക്കൗണ്ട് അയച്ചു കൊടുത്തു, ഇതാ സ്പോട്ടിൽ കൊടുത്തു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ലക്ഷ്മി പറയുന്നത് 30 minutes എടുക്കും. ഓക്കേടാ, ഐ വിൽ വെയിറ്റ്. ഓക്കെ, ട്രാൻസ്ഫറിങ് ത്രൂ ധന്യ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. കാരണം ഇത് കോൾ വിളിച്ചു പെട്ടെന്നൊന്നും ഇടാൻ പറ്റും. അല്ലേ ആ കോൾ ഞാൻ പറയട്ടെ, ആ കോൾ ഞാൻ പറയട്ടെ 17 സെക്കൻഡ് കോൾ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ പറഞ്ഞു ധന്യ എന്ന് പറഞ്ഞ പേര് പറഞ്ഞു. ധന്യയുടെ ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ട്, ബൈ ഹാൻഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ധന്യയുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കാം എന്ന് പറയുന്നു. ശരി, അപ്പോൾ കിട്ടി. മനസ്സിലാക്കണേ, ഇത് ഈ 4 ലക്ഷം ഇവിടെയല്ല റോബിനെ. ഇത് ഏതാ സമയം നോക്കിയേ, ജൂൺ 25 ബിഗ് ബോസിൽ പോലും പോയിട്ടില്ല. ജൂൺ 25 ആശാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അറിയോ, മോനെ വാ കാണിക്ക്, ഇങ്ങനെ പറഞ്ഞ് നോക്കണം. അല്ലാതെ നിങ്ങൾ ഈ പരിപാടി കൊണ്ട് തിരിപ്പ് പരിപാടി നടക്കൂല. ഇതാ അവൻ്റെ അക്കൗണ്ട് വരെ അയച്ചു കൊടുത്തോ നോക്കിയേ, അവൻ്റെ അക്കൗണ്ട് അയച്ചു നോക്കിയേ. അത് കഴിഞ്ഞ് 30 minutes എടുക്കും. ഓക്കേടാ, വിൽ വെയിറ്റ്. ആ കോളിൽ പറഞ്ഞു. അപ്പം പറയുന്നു ട്രാൻസ്ഫറിങ് ത്രൂ ധന്യ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ, ലെറ്റ് മീ. ധന്യ ഇവളുടെ റൂംമേറ്റാ, ഇവൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞ് കിട്ടി. ഓക്കെ, നോ വെറീസ്. ഇതാ 1 ലക്ഷം രൂപ ഇതാ ഇവള് അയച്ചു കൊടുത്തു അവന്. ഓക്കെ, ദ റിമൈൻഡർ ഫണ്ട് ട്രാൻസ്ഫർ ബൈ 4 PM ടുഡേ. കോള് പിന്നെ അതെന്താ ആദരാഞ്ജലി അറിയില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇവള് അതാ ലക്ഷ്മിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അതാ എല്ലാ കാര്യങ്ങളും. ഓഹ് എൻ്റെ പൊന്നോ, ജനറൽ റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. ഇതാ നമ്മൾ റെമിൻ പ്രിയങ്ക. അപ്പോൾ റെമിനായിട്ട് ഒരു ബന്ധമില്ല. റെമിൻ പ്രിയങ്കൻ്റെ എസെൻഷ്യൽ ഇതാ ആ അക്കൗണ്ടൊക്കെ നമ്മൾ ഇവന് അയച്ചു കൊടുത്തു. പിന്നെ എൻ്റെ സൗണ്ട് പോയി, ഇവർക്ക് സംസാരിക്കാനില്ല. ഹെൻസ് ഹിയർ ടെക്സ്റ്റിംഗ് നോ മെഡിസിൻ. അപ്പോൾ ഓ ഈ വെയിറ്റ് ടാബ് എന്തെങ്കിലും 650 ടാബ് ഡോക്ടറല്ലേ, ഇതാ ടാബൊക്കെ എഴുതി കൊടുക്കുന്നത് ആശാൻ ഉണ്ടോ. ലക്ഷ്മിയായിട്ട് ഒരു കണക്ഷൻ, മേ ബി ഇത് അവൻ്റെ ഫോണിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ആരോഗ്യപ്പൊടി കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഡിലീറ്റ് ഇവിടെ വന്നിട്ട് അതും കൂടെ പറയണം. ഓക്കെ, അവിടെ കുറേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ടാഗ്. ആരാ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ടാഗ് ഇതില്ല എന്ന് പറയുന്നത്? ആരാ ഇത്? ചിലപ്പോൾ അവൻ്റെ ഫോണിൽ ഉണ്ടാവില്ല, ഇതൊന്നും ഇവിടുന്ന് പോയിട്ടില്ല. അല്ലെങ്കിലും റോബിന്റെ കുറച്ച് ചാറ്റുകൾ മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്തുള്ളല്ലേ. അതാ പിന്നെ ഞാൻ പോയിക്കട്ടെ. ഇവളുടെ പൈസ കൊടുത്തു. കുറേ ചാറ്റുകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ എന്തോരം ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റ് കഴിഞ്ഞു ബ്രോ. കാര്യങ്ങൾ പറയണ്ട ബ്രോ, കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ സംഭവമാണ്. ഇതാ ഓക്കെ ശരി. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഈ തെറിവിളി വിളിച്ചു, ഇവൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അതായത് വൈൻഡപ്പ് ചെയ്യുക. തെറിവിളി വിളിച്ചു, വൈൻഡപ്പ് ചെയ്തു ലക്ഷ്മീനെ. അത് കഴിഞ്ഞാൽ ലക്ഷ്മിയായിട്ട് ഒരു ബന്ധവുമില്ലാണ്. നോക്കാം, ലക്ഷ്മിക്ക് February 1 എന്തിന് റോബിൻ രാധാകൃഷ്ണൻ സോറി അയക്കണം. സോറി അയച്ചിരിക്കുക. ഇറ്റ്സ് മൈ സോറി. അപ്പോൾ അവൾ പറഞ്ഞു നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് വിത്ത് എ കോൺമാൻ എന്ന് പറഞ്ഞിട്ടുന്നു. ആ കോൺമാൻ എന്താണെന്ന് അവന് മനസ്സിലായില്ല. അത് അവൻ തന്നെ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടു. അതിൽ അങ്ങനെ വിളിച്ചതിനൊരു ഇത് പറഞ്ഞു. ഇവൾ ഗെറ്റ് ലോസ്റ്റ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇവൻ എന്തൊക്കെ ഫ്രോഡ് തരം ഒരു മിനിറ്റ്, അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നീ തന്നിട്ട് സംസാരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അയക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ
ഫെബ്രുവരി 16 ഇവൻ ലക്ഷ്മിക്ക് എന്താ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇതൊന്ന് സൂം ചെയ്തോ. ഈ പൈസ ലക്ഷ്മിക്ക് കൊടുക്കാനില്ലാത്ത അരി ഇത് നമ്മൾ ഇവനെ ട്രാക്കൊക്കെ ചെയ്ത് ട്രാപ്പ് ചെയ്തോ. 16-ാം തീയതിക്ക് ലക്ഷ്മിക്ക് ഫണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചാറ്റ് വെക്കേണ്ട ആവശ്യം എന്താ? നോക്കിക്കോളൂ. അതിൽ പറയുന്നത് ഞാൻ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി റിട്ടേൺ ബാക്ക്, ഞാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇവള് ഇതും പറഞ്ഞു. ഓക്കെ ശരി. അപ്പോൾ ജസ്റ്റ് മന്ത് ടൈം സെറ്റിൽ വേണം. അവിടെയും ചോദിക്കും, ഒരു മാസം സെറ്റിൽ ചെയ്യാൻ സമയം വേണം. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ മണിയല്ല ഒരു ഒരു പെണ്ണിനെ അപകീർത്തിപ്പെടുത്തിയ സംഭവം കൊണ്ട് ഇതാക്കിയിട്ടില്ല എന്നുള്ള. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് തരാനുണ്ടായത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. 40 ലക്ഷം രൂപ അവൻ തരാനുണ്ട്. അതിൽ ഓക്കെ ഇനി അതിൻ്റെ ഒരൊറ്റൊരു വോയിസ് കൂടി വേണം, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേക്കാം. ഇതിപ്പോൾ നോർമലി ഈ വീഡിയോസ് എന്നൊക്കെ പറയുന്നത്, ഈ വീഡിയോ നോർമലി നമ്മൾ പ്ലേ ചെയ്യേണ്ടെന്ന് ലക്ഷ്മിയുടെ 8 ലക്ഷം ഈ ഒറ്റ വോയിസിൽ നമുക്ക് കിട്ടാം. ഇത് ഓക്കെ വീഡിയോ ഒക്കെ കുത്തിന് പിടിച്ചിട്ട് മേടിച്ചതാണ്, സമ്മതിച്ചു. ഓക്കെ റോബിൻ ക്യാഷ് എന്ന് സെറ്റാക്കും. ഇതിൻ്റെ ഡേറ്റ് മെയ് 29 ചോദിച്ചപ്പം എനിക്ക് അവൻ്റെ റിപ്ലൈ ആണ്. ഈ റിപ്ലൈയിൽ നമ്മൾ ഇതിന് റോബിനുള്ള എല്ലാ ആൻസറും ഈ 29-ാം തീയതിക്ക് റോബിൻ്റെ വായിൽ തന്നെ നിങ്ങളിത് കേട്ടോളൂ. ഇത് ചിലപ്പം ഒരു കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൈസ മേടിക്കുന്നതിന് കൊടുക്കുന്നതിനെ മാത്രമല്ല, ഈ പൈസ കൊടുത്തിട്ട് സഹായിച്ച ആൾക്കാരാണ് ഈ ഷാലു പിയാടും ഈ ട്രിവാൻഡ്രത്തുള്ള പ്രവീൺ എന്ന് പറയുന്നൊരു വ്യക്തി, ഗോകുലം ഗോപാലൻ, ഇതിനകത്തുള്ള ആ പ്രൊഡ്യൂസർ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവൻ ഈ പൈസ തിരിച്ചു കൊടുക്കാത്തതായിട്ടുള്ള കാര്യം പൊക്കോട്ടെ, ഇവൻ ഈ പൈസ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരുടെ പേരിൽ കള്ള കേസ് എടുത്തു. ഷാലു പയ്യാടിന് സംഭവിച്ചതാണ്. ഷാലു പയ്യാടിൻ്റെ പേരിൽ ഒരു കള്ള കേസ് റോബിൻ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ അവൻ FIR ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വഴി അപ്പോളജൈസ് ചെയ്യണമെന്ന് ഷാലു പയ്യാടിനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ച് വരുത്തിയിട്ടാണെങ്കിലും പറഞ്ഞത് ഇവർ രണ്ടുപേരുമാണ് തെറ്റുകാർ, ഇവർ രണ്ടുപേരും ഇയാൾ എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോനകത്ത് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ചിട്ടെന്ന് പറഞ്ഞത് എന്നെ എക്സ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ചെക്കും കാര്യങ്ങളൊക്കെ ഇവരുടെയിലാണ്, ഇവരെന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ സോഷ്യൽ ഇമേജ് തകർക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ഒരു പെണ്ണുങ്ങളെ വെച്ചിട്ട് ഫേക്ക് കേസുകൾ കൊടുപ്പിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊടുപ്പിക്കുക. ആ പൈസ അപ്പോൾ അവർക്ക് കിട്ടാതാകണം, ഈ പറയുന്ന പൈസയുടെ കുറേ ആൾക്കാർ പോകാതാകണം. പിന്നെ ഇവൻ കളിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടീൻ്റെ ഒരു ആളാണ്, അതുകൊണ്ട് ഇവൻ BJP-കാരനാണ്, നമ്മളെല്ലാവരും BJP-ക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പറയുന്നൊരു പ്രസ്താവന. BJP-കാരെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ എന്താണ്? BJP എന്ന് പറയുന്നൊരു പാർട്ടി വർഗീയത പാർട്ടിയാണെന്ന് ഇവൻ പറയുന്നുണ്ട്. BJP-യിലെ ആൾക്കാർ സുരേഷ് അദ്ദേഹത്തിന് വരെ ഇവൻ വർഗീയ ആയിട്ടുള്ള ഒരാളായിട്ട് ഇവൻ പറയുന്നുണ്ട്. പിന്നെ ഇവൻ അവിടെ നിൽക്കുന്നത് അവൻ്റെ വെറും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇവൻ പറയുന്ന പ്രസ്താവനകളുണ്ട്. സോ ഇവനൊരു BJP-കാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇവൻ എല്ലായിടവും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും അതും ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്ന ഒരു സെറ്റാണ്. ഓക്കെ ഇത് ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് റോബിനുള്ള ഇനി ഇവിടെ അവനൊരു സ്പേസ് ഞാൻ കൊടുക്കില്ല. ആ സ്പേസ് കൊടുക്കാനുള്ള ക്ഷമയില്ല. എന്തുകൊണ്ട് അവൻ്റെ മുമ്പിൽ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ അടിച്ചിരിക്കും. എന്തുകൊണ്ട് അടിച്ചിരിക്കും? എൻ്റെ മരിച്ചുപോയ അമ്മേനെ പോലും അപമാനിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഇടുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചത്. അവൻ എന്താണ് അവൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടതെന്നുള്ളത്. ലാസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വോയിസിൽ എല്ലാ പ്രൂഫും റോബിൻ്റെ ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടുവെച്ചേ. ഹോസ്പിറ്റലാണ്, അമ്മയുടെ എക്സ്ട്രീം ഇതിലാണ്, ക്യാഷ് വെയിറ്റിംഗ് ഞാൻ പറഞ്ഞു. ഇത് മറക്കണ്ട, റോബിൻ ക്യാഷ് സെറ്റാക്കണം, റോബിൻ. അപ്പോൾ ഇന്ന് എക്സ്ട്രീം ലെവൽ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഈ വോയിസ് കേട്ടോളാം. ഇതാണ് ഫൈനൽ അവനുള്ള ഇനി എല്ലാ ആൻസറും. ഇനി റോബിനായിട്ട് നിയമ നടപടി, നിയമയുദ്ധം, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ലാസ്റ്റ് മറുപടി. ഹലോ ബ്രോ, അമ്മയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം സർജിക്കൽ സൈറ്റിൽ നിന്ന് ഹെവി ബ്ലീഡിങ് വന്നു, സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് വന്നു, പനിക്കാറായിട്ട് കിടക്കാം. ഓക്കെ, അമ്മയ്ക്കിപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പിക്ക് ഇതിനൊക്കെ മെഡിസിൻ പോലും ഇപ്പോൾ 100 mg 2 ലക്ഷം രൂപ വേണം, ഒരു 200 mg 5 ലക്ഷം രൂപ വേണം. അതുപോലെ എൻ്റെ കൊടുക്കാനില്ല. കംപ്ലീറ്റ്ലി ഫാമിലി പരമായിട്ടും അല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുക. എനിക്ക് പ്രൊവിൻ്റെ ഫണ്ട് തിരിച്ചു തരണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇന്ന് എടുക്കാനില്ല. ഓക്കെ, എനിക്കൊരു 15 ദിവസം തന്നേ പറ്റും. ജൂൺ 15-ാം തീയതിയാണ് പ്രൊവിൻ്റെ എല്ലാ അമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞത്. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാം. കാരണം ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ എമൗണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് അമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ എനിക്ക് അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ ലൈഫിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെനിക്കിപ്പോൾ ചെയ്തേ പറ്റൂ. ഈ ജൂൺ 15-ാം തീയതിയാണ് നമ്മുടെ എമൗണ്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദിവസം കംപ്ലീറ്റ് എമൗണ്ട് ബാലൻസ് ഉള്ള 40 ലക്ഷം ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ ഓൾറെഡി തന്നു, ഇനി 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നേക്കാം.
എനിക്ക് ബ്രോവിന് മനുഷ്യത്വമുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ എവിടെ തരുന്ന ഒരു കാശ് കൊണ്ടിട്ടാണെങ്കിലും ഒരിക്കലും അത് നല്ലതാവില്ല ബ്രോ. കാരണം അത്രയും അത് വിഷമത്തിലേക്ക് പോകും, മനസ്സിലായില്ലേ? അത്രയും അത് എൻ്റെ കണ്ണീര്, എൻ്റെ അമ്മയുടെ ജീവന്റെ കണ്ണീര് എല്ലാം ഉണ്ടതില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 15 ദിവസം കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. ജൂൺ 15-ാം തീയതി ആകുമ്പോൾ ഞാനിത് ക്ലിയർ ചെയ്തേക്കാം ബ്രോ. ഓക്കെ, ഇനി ഞാൻ എക്സ്ട്രീമായിട്ട് ഈ അമ്മയുടെ കണ്ടീഷൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നീ എന്തെന്നൊക്കെ പറഞ്ഞാൽ ഈ ജൂൺ 15-ാം തീയതി അവർ തരാൻ പറ്റും. എനിക്ക് നിങ്ങൾ തരണം. കാരണം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളോട്. ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങളടുത്ത്. എനിക്ക് നിങ്ങൾ പണ്ട് കമ്മ്യൂണൽ ഇഷ്യൂലോട്ട് അത് പോകും. ശരി, ഓക്കെ. അപ്പോൾ എല്ലാം കഴിഞ്ഞു.